നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷ് ഇതുവരെ റെഡിയായില്ലേ? അത് പിന്നെ ഓഫീസിൽ വരുന്നില്ലേ ഇന്ന്? അത് സാറേ, വയറിന് നല്ല സുഖമില്ല. എന്തു പറ്റി? എന്താണെന്നറിയില്ല സാറേ. മണിക്കൂറിൽ 2 തവണ വെച്ച് ബാത്റൂമിലാണ് ഞാൻ. എനിക്ക് ഇന്നുകൂടി ലീവ് വേണം. ധനുഷ് ലീവൊക്കെ എടുത്തോ. 1-2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ വന്നാൽ മതി. ഇവിടെ ഇരുന്ന് തൽക്കാലം ജോലിയൊന്നും ചെയ്യണ്ട. ഓവർ സ്ട്രെയിൻ എടുത്താൽ ചിലപ്പോൾ ടയേർഡാവും. വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ. തീരെ വയ്യാത്തോണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വന്നേനെ. എടോ, നല്ല വിശ്രമവും നല്ല ഉറക്കവും ഇതൊക്കെയാണ് നല്ലൊരു ആരോഗ്യവാനായ മനുഷ്യന്റെ ലക്ഷണം. താൻ ഫിസിക്കൽ ട്രെയിനർ ഒക്കെ അല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം. ധനുഷ് നല്ലതുപോലെ പോയി വിശ്രമിക്കുക. അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടിട്ട് മതി ഓഫീസിലേക്ക് വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ മാത്രം എന്ത് പറ്റി ധനുഷിന്? ഫുഡിൽ എന്തോ പറ്റിയതാ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്നല്ലേ ധനുഷ് ഫുഡ് കഴിക്കുന്നത്? അതെ, പിന്നെ ഇടയ്ക്കൊരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്നു. അതിൽ നിന്ന് ഫുഡ് പോയിസൺ ആയതായിരിക്കും. ധനുഷിന് പുറത്തുനിന്നൊന്നും കഴിക്കണ്ട, ഇവിടുന്ന് കഴിച്ചാ മതി. അപ്പൊ ഇനി ഫുഡ് പോയിസൺ ഒന്നും വരില്ലല്ലോ. വർത്താനം പറഞ്ഞു വന്നാ നിങ്ങൾ ഇനി താമസിപ്പിക്കണ്ട. നിങ്ങൾ ചെല്ല്, ധനുഷ് റെസ്റ്റ് എടുക്കട്ടെ. അതെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ധനുഷ് പോയി നല്ലതുപോലെ റെസ്റ്റ് എടുത്തോ. നമുക്ക് ഇറങ്ങിയാലോ ഏട്ടാ? എന്നാ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി സർ. മാഡം എനിക്കിട്ട് പണി തന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്നെ ബോധിക്കാത്തത് കൊണ്ട് മാഡം തന്ന പണിയാണോ ഇത്? എങ്കിൽ ഇനിയും ആവാട്ടോ. ഒരു വയറിളക്കം വന്നിട്ട് താങ്ങാത്ത ആളിന് ഇനി ഞാൻ എന്ത് പണി തരാന്? ഇനി ഇതിന്റെ മേൽ എന്തൊരു പണിയും കൂടി താൻ താങ്ങില്ല. വയ്യാത്ത ആളല്ലേ, ചെല്ല്, ചെന്ന് നല്ലോണം റെസ്റ്റ് എടുക്ക. ഓ സോറി, ഇത് സ്നേഹയുടെ റൂമായിരുന്നു അല്ലേ? സോറി കേട്ടോ, എനിക്ക് റൂം മാറിപ്പോയി. റൂം മാറിപ്പോയോ? അപ്പൊ ആരുടെ റൂമെന്ന് കരുതി കേറി വന്നു? അല്ല, അത് പിന്നെ നിന്ന് പരുങ്ങണ്ട, എനിക്കറിയാം. എന്നെ കാണാൻ വേണ്ടി മലപ്പൂർ ഇവിടേക്ക് വന്നതെന്ന്. അത് പിന്നെ രാവിലെ എത്ര നേരമായിട്ടും കാണാത്തത് കൊണ്ട്. ഓ, അങ്ങനെ എന്നെ അന്വേഷിച്ച് വന്നതല്ലേ? ഞാൻ രാവിലെ കുറച്ച് തിരക്കായി പോയി. ആഹാ, ഈ നെയിൽ പോളിഷ് കൊള്ളാലോ. ഇത് കുറച്ച് നേരത്തെ ഇട്ടതാ, ഉണങ്ങിയിട്ടില്ല. ആണോ? എന്നെ ശരിക്കും ഇഷ്ടമാണോ? തനിക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇഷ്ടമാണോ? അപ്പോ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ശരിക്കും ഇഷ്ടാണല്ലേ? ഇത്രയൊക്കെ ആയിട്ടും തനിക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ?
എന്റെ ഇഷ്ടം ഫീൽ ചെയ്യുന്നില്ല തനിക്ക്. അതുണ്ട്. അത് തന്നെയാണ് താൻ ചോദിച്ചതിന്റെ ഉത്തരം. ഡാ, തന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഈ വീട്ടിലെ ആരുടെയും ബെഡ്റൂമിലേക്ക് കയറി ചെല്ലരുതെന്ന്. പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയാം. ഇനി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വരുന്നവര് ഏത് തരക്കാരാണെന്ന് നോക്കിയും കണ്ടു വേണം അവരോട് പെരുമാറാനെന്ന്. നിന്റെ അനുവാദം ഇല്ലാതെ ഇയാൾ ഈ മുറിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊടുത്തില്ലേ, അതുപോലെ ഒരു അടിയും കൊടുത്ത് ഇറക്കി വിടണമായിരുന്നു. നീ അത് ചെയ്തില്ല. അതിനർത്ഥം ഇയാൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് ഒരു കുഴപ്പമില്ലാന്ന്. അതുപോലൊരു അടി നിനക്കും തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. സ്വന്തം അനിയത്തെ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടും നീ അനുസരിക്കാതിരിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനിയത്തിയുടെ മനസ്സിൽ ഈ ഏട്ടത്തിക്ക് എന്തുമാത്രം സ്ഥാനമാണ് ഉള്ളതെന്ന്. അങ്ങനെയുള്ള നിന്നെ കൈവയ്ക്കുന്ന എനിക്ക് കുറച്ചില്ല. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനവന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതേ ചെയ്യാനും പറയാനും പാടുള്ളൂ. ഇനി ഇതുപോലുള്ള സന്ദർഭത്തിൽ നിന്നെയും ഇയാളെയും ഞാൻ കണ്ട എന്റെ ഒരു അടിയിലത് അവസാനിച്ചൊന്നും വരില്ല. പ്രതികരിക്കുന്നതേ ഈ വീട്ടിലെ ആണുങ്ങളായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.